ഒരു എളുപ്പ വഴിയിലുള്ള ക്രയോൺസിൻ്റെ മിക്സിങ്ങും അത് വച്ചുള്ള പെയിൻറ്റിങ് രീതിയുമാണ് കാണിക്കുന്നത്. ആദ്യം പെൻസിൽ ഡ്രോയിങ്ങിൽ വരച്ച അതേ പയറിൻ്റെ ചിത്രം ആദ്യം ഒന്ന് സ്കെച്ച് ചെയ്യുന്നു. അതിന് ശേഷം ക്രയോൺസ് ഉപയോഗിച്ച് ഡാർക്ക് ഗ്രീൻ കളറ് അതിൻ്റെ ബോർഡേഴ്സ് എല്ലാം വരച്ച് എവിടെയൊക്കെ ഡാർക്ക് കയറി വരണം ആ രീതിയിൽ ബോർഡർ ലൈനിൽ നിന്ന് അകത്തോട്ട് വരുമ്പോൾ കുറച്ച് ഡാർക്ക് കളറിന് ലൈറ്റാക്കി കൊണ്ടുവരണം. അതിൻ്റെ പുറത്ത് ലൈറ്റ് ഗ്രീനും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. ഇനി ആ പയർ മണിക്കകത്ത് വരുന്ന പയർ പീസിനകത്ത് വരുന്ന പയർ മണികൾ വീണ്ടും ഡാർക്ക് ഗ്രീൻ വെച്ച് വരച്ച് അതിൽ ഹൈലൈറ്റ് കാണേണ്ട സ്ഥലങ്ങളിൽ വെള്ളയും വിട്ട് ഏകദേശം പുറത്ത് കാണുന്ന അതേ 5 പയർ മണികളായിട്ട് വരച്ചിട്ട് പയർ പീസിൻ്റെ അകത്തുള്ള ഭാഗമായതുകൊണ്ട് അവിടെ ഡാർക്ക് കളറാണ് വരേണ്ടത്. ഡാർക്ക് ബ്ലാക്ക് ഇട്ടിട്ട് പച്ച കൂടെ മിക്സ് ചെയ്തു. അങ്ങനെയാണ് ആ പയർ പൊട്ടി അകവശം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന രീതിയിൽ ഡാർക്ക് കൊടുത്ത് ചെയ്തെടുക്കണം. ഇനി ഈ ഔട്ട്ലൈനൊക്കെ ആ ഡാർക്ക് ഗ്രീൻ കൊണ്ട് തന്നെ ആ ലൈൻ ഒന്ന് വരച്ച് കറക്റ്റായിട്ട് അകവശം ഔട്ട്ലൈനായിട്ട് എടുക്കണം. ഇനി അതിൻ്റെ പയറിൻ്റെ മുകൾ വശത്ത് ബ്ലാക്ക് ഇട്ട് ഔട്ട്ലൈൻ വരച്ചിട്ട് ഡാർക്ക് ഗ്രീനുമായിട്ട് മിക്സ് ചെയ്ത് ബ്ലാക്കും ഡാർക്ക് ഗ്രീനുമായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴേ അത് ഉരുണ്ട ഭാഗമായിട്ട് തോന്നുകയുള്ളൂ. അങ്ങനെ ഡാർക്ക് ഗ്രീനിൻ്റെ കൂടെ ലൈറ്റ് ഗ്രീൻ മിക്സ് ചെയ്ത് അകവശത്ത് യെല്ലോ കൊടുത്ത് കുറച്ചുകൂടെ ലൈറ്റ് ആക്കേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം അകവശവും പുറവശവും കളേഴ്സ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ തണ്ടിൻ്റെ ഭാഗം വരയ്ക്കാനുണ്ട്. ഈ ഔട്ട്ലൈൻ കൂടെ വരച്ചിട്ട് തണ്ടിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ് വരയ്ക്കുന്നത്. അതും ഒരുവിധം ഡാർക്ക് ഗ്രീൻ കൊണ്ട് തന്നെ ആദ്യം ചെയ്യുക. പിന്നെ അകം കുറച്ചുകൂടെ ഡാർക്കാവാൻ വേണ്ടി ബ്ലാക്ക് കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പയർമണിയുടെ എല്ലാ ഭാഗത്തും നല്ല ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കേണ്ടതാണ്. ഇനി ആ ഹോൾഡ് ചെയ്തിരിക്കുന്ന തണ്ട് പോലുള്ള ഭാഗത്തും ഔട്ട്ലൈൻസ് കൊടുക്കേണ്ടതാണ്. ഈ ഏത് പടം വരച്ചാലും അതിന് ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്കുള്ള ആ കുറഞ്ഞു വരുന്ന രീതി അത് നിർബന്ധമായിട്ടും നമ്മൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് ആക്കി കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ ഈ പയർ പീസ് ഇരിക്കുന്നത് ഏത് പ്രതലത്തിലാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു ഷെയ്ഡ് കൂടെ കൊടുക്കണം. അത് ഷാഡോ ഷെയ്ഡാണ്. ഷാഡോ വരുന്നത് ലൈറ്റ് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഒന്ന് ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് നിഴൽ വീഴുന്നതായിട്ട് തോന്നാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു നിഴൽ കൂടെ വന്നാൽ മാത്രമേ ആ പടത്തിന് ആവശ്യമുള്ള വ്യക്തത ലഭിക്കുകയുള്ളൂ.
ഇതാണ് പയർമണി പെട്ടെന്ന് തന്നെ ക്രയോൺസ് കൊണ്ട് വരച്ചെടുക്കാവുന്ന രീതി. കണ്ട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് കണ്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക.